ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ചീസ് കേക്കാണ്. അതിനായിട്ട് 1 ടീസ്പൂൺ ജെലറ്റിൻ, കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് നമുക്കതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം ജെലറ്റിൻ. കുതിർന്ന് വരുമ്പോൾ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും. ഞാനിവിടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ബിസ്ക്കറ്റ് എടുക്കണം. ഞാൻ ചെറിയ ഒരു സ്പ്രിംഗ് ഫോം പാനാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 10-12 ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കുക. പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന ആ ഒരു പരുവത്തിനാണ് നമുക്കിത് നനച്ചെടുക്കേണ്ടത്, അതായത് ബട്ടർ ചേർത്ത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇതായിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കട്ടയായിട്ട് വരുകയും വേണം, പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരുകയും വേണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കേക്ക് ടിൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ബട്ടറൊക്കെ തേച്ച്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനെ ഒരു ലെയറായിട്ട് അങ്ങ് സെറ്റ് ചെയ്തെടുക്കണം. ഇതായപ്പോൾ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെച്ചാലും മതി. ഇനി നമുക്ക് മാംഗോ പ്യൂരി റെഡിയാക്കണം. അതിനായിട്ട് മാമ്പഴം തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെള്ളം ചേർക്കാതെ, മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ക്രീം ചീസ് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഹോം മെയ്ഡ് ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4 ഡ്രോപ്പ് വാനില എസൻസും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തു. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലേക്ക് 1/2 കപ്പ് മാംഗോ പ്യൂരി, നമ്മൾ റെഡിയാക്കിയ മാംഗോ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ജെലറ്റിൻ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതിലേക്ക് ചീസിൻ്റെ ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി അധികം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അത് ചേർക്കുന്നില്ല. വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചീസ് കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ ഒരു ലെയർ മാംഗോയുടെ ഒരു ലെയറും കൂടെ കൊടുക്കാം. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാംഗോ പ്യൂരി ബാക്കി ഉണ്ടാവുമല്ലോ,
അപ്പോൾ അതിൽ നിന്ന് അത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്ത ജെലറ്റിൻ ഈ പ്യൂരിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലെയറായിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ തിക്കൊക്കെ ആയ കാരണം ഞാൻ ഇതിലേക്ക് ഇനി ജെലറ്റിൻ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ തന്നെ മാംഗോ പ്യൂരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാംഗോ പ്യൂരി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കേക്ക് ഫ്രീസറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്താൽ മതി. ബാക്കിയുള്ളത് ഞാൻ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലാകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ സെർവ് ചെയ്യാം, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മാംഗോ ചീസ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. 3 ലെയറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓവർനൈറ്റ് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. തണുപ്പോട് കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇത് വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ക്രീം ചീസൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം സിമ്പിളായിട്ട്, അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. സ്പ്രിംഗ് ഫോം പാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ പാനിൽ തന്നെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഗ്ലാസ്സുകളിൽ സെറ്റ് ചെയ്താലും അങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.